വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. കരുവന്നൂർ കള്ളപ്പണമിടപാട് കേസിൽ കഴിഞ്ഞ 14 മാസമായി ജയിലിൽ കഴിഞ്ഞിരുന്ന വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PR അരവിന്ദാക്ഷൻ ജയിൽ മോചിതനായ ശേഷം വീണ്ടും നഗരസഭയിലെത്തി. രാവിലെ കാറിലെത്തിയ അരവിന്ദാക്ഷൻ പ്രതിപക്ഷാംഗങ്ങൾക്ക് കൈകൊടുത്തും ചിരിച്ചും നഗരസഭയുടെ പടികൾ കയറി. നേരെ ചെയർമാന്റെ ക്യാബിനിലെത്തിയ ചെയർമാൻ PN സുരേന്ദ്രനുമായി സംസാരിച്ചു. തുടർന്ന് കൗൺസിലർ യോഗത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞതിന്റെ ക്ഷീണം അദ്ദേഹത്തിന്റെ മുഖത്ത് അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി PR അരവിന്ദാക്ഷൻ കുറ്റക്കാരനല്ലെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യം അനുവദിച്ചത്. ഇവിടെ ഒരു ചോദ്യം ശക്തമാകുകയാണ്. നിരപരാധിയാണെന്ന് ആവർത്തിച്ചു പറയുന്ന അരവിന്ദാക്ഷൻ ആർക്കു വേണ്ടിയാണ് ബലിയാടായത്? ഈ ചോദ്യത്തിന് ഉത്തരം അവശേഷിക്കുകയാണ്. കരുവന്നൂർ കേസിൽ താൻ പങ്കാളിയല്ലെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നീതിപീഠത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും അരവിന്ദാക്ഷൻ ജയിൽ മോചിതനായ ശേഷം ആവർത്തിച്ചു പറഞ്ഞു. എങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് 14 മാസം ജയിലിൽ കഴിഞ്ഞത് ആർക്കു വേണ്ടിയായിരുന്നു? കരുവന്നൂർ കേസിൽ PR അരവിന്ദാക്ഷനെ ED ചോദ്യം ചെയ്തതിനു ശേഷം മുൻ മന്ത്രിയും MLA-യുമായ AC മൊയ്തീൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, കേരള ബാങ്ക് ചെയർമാൻ MK കണ്ണൻ എന്നിവരെ ED ചോദ്യം ചെയ്തിരുന്നു. തന്നെ കേസിൽ ബലിയാടാക്കിയതാണെന്ന് ഒരിക്കൽ PR അരവിന്ദാക്ഷൻ തന്നെ കോടതിയിൽ അറിയിച്ചിരുന്നു. അരവിന്ദാക്ഷനെതിരെ കാര്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഹൈക്കോടതിയിലെ PR അരവിന്ദാക്ഷന്റെ ജാമ്യവ്യവസ്ഥയ്ക്കെതിരെ ED സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. 2023 സെപ്റ്റംബർ 26-നാണ് വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR അരവിന്ദാക്ഷനെ ED അറസ്റ്റ് ചെയ്തത്. PMLA കോടതിയുടെ പരിധി വിട്ടുപോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കൃത്യമായി ഹാജരാകണം എന്നീ നിബന്ധനകൾക്ക് വിധേയമാക്കിയാണ് ജാമ്യം നൽകിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.